GCC രാഷ്ട്രങ്ങളിൽ നിന്നും വലിയ പ്രതിരോധം, വലിയ പ്രതിഷേധമൊക്കെയും ഇറാൻ നേരിടേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. ആ ഘട്ടത്തിലാണ് GCC രാഷ്ട്ര തലവന്മാരുടെയൊക്കെ യോഗം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വന്നത്. റഹീസ് അത്തരം വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. റഹീസ്, പൊതുവിലിത പ്രേക്ഷകരടക്കം പലയിടങ്ങളിലും ഇപ്പോൾ അശാന്തിയുടെ സാഹചര്യമൊന്നുമില്ല, സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും പലയിടങ്ങളിൽ നിന്നും സ്ഫോടന ശബ്ദം ഒക്കെ കേൾക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. നിലവിൽ എന്താണ് ആ മേഖലയിലെ സാഹചര്യം? അജിത, നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് UAE അല്ലെങ്കിൽ പൊതുവിൽ ഗൾഫ് മേഖലകളെല്ലാം കടന്നു പോകുന്നത്. കാരണം ഇന്നലെ ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഏതാണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ആ ആക്രമണം ഇന്നലെ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായി ഇന്ന് വൈകിട്ടുണ്ടായി എന്നുകൂടി പറയേണ്ടി വരും. കാരണം UAE-യിലേക്ക് നടത്തിയ ആക്രമണത്തിൽ അവിടെ അൽസലാം മിലിറ്ററി ബേസിലേക്ക്, നേവൽ ബേസ് ആണ്, ആ നേവൽ ബേസിലേക്ക്, അബുദാബിയിലുള്ള നേവൽ ബേസിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 2 ഇറാനിയൻ ഡ്രോണുകൾ അത് ആ നേവൽ ബേസിൽ തന്നെ വന്ന് പതിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കണ്ടെയ്നറുകൾ 2 കണ്ടെയ്നറുകൾ തകർന്നിട്ടുണ്ട്. പക്ഷേ അത് ജനറൽ മെറ്റീരിയലുകൾ സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകളാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ കാഷ്വാലിറ്റികളൊന്നുമില്ല, ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള വിവരമാണ് UAE നൽകുന്നത്. ഇന്നലെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇറാന്റെ ഭാഷയിൽ ഒരു വിജയം നേടാൻ ഇറാന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് ആ തരത്തിൽ കൂടുതൽ ഒരു ആക്രമണം വൈകിട്ടുണ്ടായി. പ്രധാനമായും അബുദാബിയും ദുബായും കേന്ദ്രീകരിച്ചാണ് UAE മേഖലകളിൽ ഉടനീളം ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങളാണ് UAE-യിൽ നിന്നും പറയാനുള്ളത്. അങ്ങനെ ഇന്നലെയും ഇന്നുമായി 3 മരണം എന്നുള്ളത് UAE സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ നിലയിലേക്ക് അപകടത്തിന്റെ തോത് വർദ്ധിക്കുന്നതായും ആ അപകടത്തിനെ സ്ഥിരീകരിക്കുന്നതും ആക്രമണത്തിനെ സ്ഥിരീകരിക്കുന്നതുമൊക്കെ UAE ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തരത്തിൽ ഈ കുവൈറ്റിൽ ഒരു മരണം ഉണ്ടായതും 31 പേർക്ക് അപകടം പറ്റിയതുമായിട്ടുള്ള വിവരം കുവൈറ്റ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവർക്കുണ്ടായ നഷ്ടങ്ങൾ, അത് മരണമായാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുണ്ടായ നഷ്ടങ്ങളൊക്കെയും പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇന്ത്യയിൽ ഒരു അബുദാബിയിലുണ്ടായ ഈ അപകടവുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന്റെ ഭാഗമായി ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റിരുന്നു. അത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതിന് പിന്നാലെ ഈ ഒമാനെതിരായ ആക്രമണത്തെയാണ് UAE ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇറാൻ ഒമാനെ ആക്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് ഒരു നേരിട്ടുള്ള, അതായത് രാജ്യസുരക്ഷയ്ക്കെതിരെ നേരിട്ടുള്ള നീക്കമാണ്. ആ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ആക്രമണം പോകുമ്പോൾ നീതീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് വരുന്ന മറ്റൊരു വിവരം, അത് ഈ ഗവൺമെന്റ് ഓഫീസുകളിലെ ഈ എംപ്ലോയീസിന്റെ, തൊഴിലാളികളുടെ ഒക്കെയും ഒരു എണ്ണം കുറച്ചിരിക്കുന്നു. 30% ആളുകൾ മാത്രമേ, ഈ തൊഴിലാളികൾ മാത്രമേ നാളെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എത്തുകയുള്ളൂ എന്നുള്ള വിവരം കുവൈറ്റിൽ നിന്നുകൂടി വരുന്നുണ്ട്. അതായത് കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന റിസ്ക് കുറയ്ക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഓരോന്നും ശ്രമിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ ആ ശ്രമം അവർ തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായിട്ട് UAE-യും കുവൈറ്റും ബഹ്റൈനും ഒക്കെ ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ്. മാത്രമല്ല ഈ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ആശയവിനിമയം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി UAE കേന്ദ്രീകരിച്ചാണ് നേതാക്കൾ, UAE-യിലെ നേതാക്കളെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഒപ്പം തന്നെ അങ്ങനെയുള്ള നേതാക്കളൊക്കെയും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖത്തർ അമീറും ഒക്കെയായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അബുദാബിയിലെ പാകിസ്ഥാൻ എംബസി അവരുടെ സേവനങ്ങൾ മറ്റന്നാൾ വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഏറ്റവും പുറത്തായിട്ട് വരുന്നു. അബുദാബിയിലെ പാകിസ്ഥാൻ എംബസി 3 ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒമാന്റെയും ഇറാന്റെയും ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ് തമ്മിൽ, അവരുടെ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സമാധാനപരമായി നീങ്ങണം, തർക്കങ്ങൾ അവസാനിപ്പിക്കണം, സംഘർഷം അവസാനിപ്പിക്കണം എന്ന നിലയ്ക്ക് ഇവർ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ അപകടം അല്ലെങ്കിൽ ഈ ആക്രമണം ഗൾഫ് മേഖലയെ ഒന്നാകെ ബാധിക്കും. ഓരോ രാജ്യങ്ങളും അവർ ആളുകൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള നീക്കങ്ങൾ കൂടുതലായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ നിലയ്ക്കും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.
എന്തായാലും ഈ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം, അതായത് UAE-യുടെ അടുത്ത കിരീടാവകാശി, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഡിഫൻസിന്റെ മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നും അദ്ദേഹം സംസാരിച്ച് എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത്, ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നു. മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ആശ്വസിക്കാനുള്ള കാര്യം, വൈകിട്ട് ഏതാണ്ട് ഒരു 3 മണിക്കും 4 മണിക്കും ഇടയിൽ ഇന്നലെ ഉണ്ടായ ഏതാണ്ട് അതേ സമയത്തിനുള്ളിൽ നടന്ന ഈ ഒരു ആക്രമണത്തിന് ശേഷം പിന്നീട് എവിടെയും അങ്ങനെ അനിഷ്ട സംഭവം ഉണ്ടായതായി, ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഏതാണ്ട് ഇന്ന് ആകെ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 തവണയാണ് ആക്രമണം ഉണ്ടായത്. ഒരേ നിലയ്ക്ക് ആക്രമണം ഉണ്ടായ 2 തവണയായിട്ടാണ് ആക്രമണം നടന്നത് എന്നുകൂടി പറയാൻ പറ്റും. അത് ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് പൊതുവിൽ അങ്ങനെ തന്നെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. അതിൽ ഒമാനിൽ നടന്ന ആക്രമണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഈ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും എയർപോർട്ടുകളെ കേന്ദ്രീകരിച്ചും, എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ എയർപോർട്ട്, തുറമുഖം പോലെയുള്ള മേഖലകളിൽ അതിനെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായി അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുമ്പോൾ, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ തോതിൽ ഇറാന് തിരിച്ചടിയായി മാറും. അത് പ്രത്യക്ഷത്തിൽ ഉടൻ തന്നെ ഈ അറബ് രാജ്യങ്ങൾ ഒന്നും തന്നെ അവരുടെ നിലപാട് അത്തരത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഒരു ഭാഗത്ത് ചേർന്നുകൊണ്ട് ഞങ്ങൾ UAE-ക്കെതിരെ പോരാടുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മിലിറ്ററി മൂവ്മെന്റ്സ് നടത്തുമെന്നോ പറഞ്ഞിട്ടില്ല. കാരണം UAE-യിൽ നിന്ന് ആകെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ളത് അത് ആയുധം കൊണ്ടല്ല തീർക്കേണ്ടത്, മറിച്ച് ഈ ചർച്ചകൾ കൊണ്ട് മാത്രമാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ള നിലയിലേക്കുള്ള തീരുമാനം തന്നെയാണ് നിലവിൽ UAE എടുത്തിരിക്കുന്നത്. പക്ഷെ ആക്രമണം കടുത്തു കഴിഞ്ഞാൽ, അത് രാത്രിയോടെ, ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായതുപോലെ ആക്രമണം കടുത്തു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട മേഖലകളിലേക്കൊക്കെ അത് ബാധിച്ചാൽ, കൂടുതൽ സർവീസുകൾ ഈ പറയുന്ന അത് സാരമായി ജനജീവിതത്തിനെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ UAE-ക്കും അവരുടെ നിലപാട് മാറ്റേണ്ടി വരും. അവരുടെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടി വരും. കാരണം ഇപ്പോൾ യുദ്ധത്തിനെതിരായ നിലപാട്, ഒപ്പം തന്നെ ഇറാൻ ഈ നടത്തുന്ന ആക്രമണത്തിന്, ഗൾഫ് മേഖലയിൽ ഒന്നാകെ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള നിലപാടാണ് UAE പറഞ്ഞിട്ടുള്ളത്. അതിലൊരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു പക്ഷം പിടിക്കലിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നിട്ടില്ല എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്ന രീതിയിലാണ് നിലപാടുകൾ വന്നിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഓക്കെ, റഹീസാണ് വിവരങ്ങൾ നൽകുന്നത്. റഹീസ് പറഞ്ഞതുപോലെ തന്നെ നിലവിൽ GCC രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ചും ഒരു സമാധാനപരമായ നിലയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് അങ്ങനെ തുടരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.